Welcome to Madurai. മധുര എന്ന് കേൾക്കുമ്പോൾ മധുര മീനാക്ഷിയും മധുരയിലെ കുറേ ഫുഡും മാത്രമാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് അല്ലേ. എന്നാൽ വേൾഡിൽ മധുരയിൽ മാത്രമുള്ള ഒരു ടെമ്പിളുണ്ട്, അതായത് സമയത്തിൻ്റെ ടെമ്പിൾ. നമ്മുടെ സമയം മാറ്റാൻ കഴിയുന്ന ഒരു ടെമ്പിൾ, സയൻസും ഭക്തിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടെമ്പിൾ. ഇത് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഒരു മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത മനുഷ്യനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ജീവിത കഷ്ടപ്പാടുകൾ കൊണ്ട് ആ കഷ്ടപ്പാടുകളെ എങ്ങനെ മാറ്റാം എന്ന് റിസർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഫലമായി നിർമ്മിച്ച ഒരു കോവിലാണിത്. ഇവിടെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വരാം കേട്ടോ. കാരണം ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത് നേരത്തിനെയാണ്, അതായത് നമ്മുടെ സമയത്തിനെയാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അതിനു മുന്നേ നമുക്ക് ആദ്യം മധുരയിൽ വന്നാൽ എവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുമോ നോക്കാം. മധുരയിൽ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ നിന്ന് കഴിക്കണമെന്ന് വെച്ചാൽ മധുരയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടിഫിൻ സെൻറ്റർ, അല്ലെങ്കിൽ പൊടി ഇഡ്ഡലി കിട്ടുന്ന നമ്മുടെ മധുരയിൽ മുരുകൻ ഇഡ്ഡലീസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് മധുരയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ മുരുകൻ ഇഡ്ഡലീസിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ മുരുകൻ ഇഡ്ഡലീസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഷോപ്പെന്ന് പറയുന്നത് മധുരയിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡിൽ ഫേമസ് ആണ്. അതായത് ഇവർക്ക് മലേഷ്യയിലും സിംഗപ്പൂരും വരെ ബ്രാഞ്ചസ് ഉണ്ടെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ടേസ്റ്റ് എന്നുള്ളത്, ഇവിടുത്തെ തനത് രുചി എന്താണെന്നുള്ളത് നമുക്ക് കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ മധുര മുരുകൻ ഇഡ്ഡലീസിലേക്ക് കയറാൻ പോവുകയാണ്. ഈ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നമ്മളെ കൊതിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഇല കേട്ടോ, അതായത് വാഴയില. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആഹാരത്തിനോട്, അല്ലെങ്കിൽ കഴിക്കാൻ പോണ ഏത് ആഹാരമാണെങ്കിലും അതിനോടൊരു അതിയായ കൊതി വരും. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ ഇലയെ കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ സ്വാദാണല്ലേ. എൻ്റെ അമ്മോ, ഇഡ്ഡലിയുടെ കളർ നോക്കിയാൽ ആക്ച്വലി വട ഏതാണ് ഇഡ്ഡലി ഏതാണെന്ന് അറിയാൻ വയ്യ കേട്ടോ. സത്യത്തിൽ ഇങ്ങനെ ഒരു കളർ ഇഡ്ഡലി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം മുറുന്നത്. എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്ന് അറിയാനായിട്ടുള്ള കൊതി ഇങ്ങനെ ആയിട്ട് വയ്യ കേട്ടോ. പുറത്ത് അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് പൊടിയും നെയ്യും കൂടെ ചേർന്നതാണ് ഈ ഇഡ്ഡലി എന്ന് തോന്നുന്നു. കുറേ ചട്നികളുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ചട്നിയായിട്ട് നമുക്ക് തുടങ്ങാം. അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത്ര അധികം ചട്നികളാണ്. അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. അതായത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് പൊടി ഇഡ്ഡലിയാണ്. പൊടി ഇഡ്ഡലി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ബാംഗ്ലൂർ പോകുമ്പോൾ വലിയ പൊടി ഇഡ്ഡലിയാണ്. അതല്ല, ചെറിയ പൊടി ഇഡ്ഡലി. നമ്മൾ കഴിക്കുന്ന സാധാ ഇഡ്ഡലിയിൽ പൊടി ഇഡ്ഡലിയാണ്. അതിൻ്റെ കൂടെ 1, 2, 3, 4 വെറൈറ്റി ചട്നികളാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 4 വെറൈറ്റി ചട്നിയും സാമ്പാറും ചേർത്തിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. എന്തായാലും നിങ്ങൾ മധുരയിൽ വന്നായിട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് നമ്മുടെ മധുരയിലുള്ള മുരുകൻ ഇഡ്ഡലി. ചുമ്മാ അല്ല, ഇവർക്ക് വേറെ വേൾഡിലെ പല രാജ്യങ്ങളിലും ബ്രാഞ്ചുകളുള്ളതെന്ന് നമുക്കിവിടെ വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു 3 days പ്ലാൻ ചെയ്ത് വരണം മധുരയിലേക്ക് വരുമ്പം. അതിൽ ഫസ്റ്റ് ഡേ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സെലക്ട് ചെയ്യേണ്ടത് മുരുകൻ ഇഡ്ഡലിയാണ്. ഓക്കെ, ഇവിടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ ഇലയാണ് കേട്ടോ. ഇത് തന്നപ്പോൾ എങ്ങനെയാണോ അതേപോലെയായി. കാരണം അമ്മാതിരി ടേസ്റ്റായിരുന്നു ഇവിടുത്തെ ചട്നികൾക്കെല്ലാം. സോ അതുകൊണ്ട് ചട്നി ഒരു തുള്ളി പോലും ബാക്കി വയ്ക്കാൻ എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ്. ചട്നിയൊക്കെ ഫുള്ള് ഞാൻ വഴിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തു പറയുന്നു, ഇവിടുത്തെ ചട്നികളാണ് കിഡു കേട്ടോ. ഒരു രക്ഷയില്ല. 4-5 ചട്നികളുണ്ട്, എല്ലാം അടിപൊളിയാണ്. അപ്പോൾ മധുരയിൽ എപ്പോൾ വന്നാലും നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മുടെ മുരുകൻ ഇഡ്ഡലിക്ക് കൊടുത്തോ, എന്തായാലും ബോത്താണെന്ന് പറയാം. യെസ്, അപ്പോൾ നമ്മൾ മധുര ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് സുബ്ബല്ലുപുരം എന്ന് പറയുന്ന സ്റ്റോപ്പാണ്. ആ സ്റ്റോപ്പ് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ മധുരയിൽ നിന്ന് രാജപാളയം പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഡയറക്റ്റ് ബസ് നമുക്കിപ്പോൾ ഇവിടെ നിന്നില്ല. ഇവിടെ നിന്ന് 2 ബസ് കയറി ഇറങ്ങിയാൽ അവിടെ എത്താമെന്ന് പറഞ്ഞു. ഡയറക്റ്റ് ബസ് കിട്ടണമെങ്കിൽ നമ്മൾ വേറെ സ്റ്റാൻഡിൽ പോകണം, അതായത് മധുരൈ മെയിൻ സ്റ്റാൻഡിൽ പോകണം. അത് ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ തന്നെ ഉണ്ട്. അപ്പോൾ അത്രയും ദൂരം സഞ്ചരിക്കുന്നതിന് പകരം നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ 2 ബസ്സിൽ കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചു.
കുട്ടിക്കാലത്താണ് ഞാൻ മധുരയിൽ വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളിലൊക്കെ പലരും അന്നായിരിക്കും മധുരയിൽ വന്നിരിക്കുന്നത്. അന്ന് മധുര എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് അറിയാവുന്നത്. ഒന്ന് മധുര മീനാക്ഷി ക്ഷേത്രവും അരവിന്ദ് ഹൈ ഹോസ്പിറ്റലും. ഇത് രണ്ടുമാണ് കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ മധുരയെക്കുറിച്ച് കേട്ടിരിക്കുന്നത് കേട്ടോ. എന്നാൽ മധുര എത്ര വലുതാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോഴാണ് ഉണ്ടായത്. നമ്മൾ വിചാരിച്ച പോലെ അല്ല മധുര കേട്ടോ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിറ്റിയാണ് മധുര എന്ന് പറയുന്നത്. യെസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് കേട്ടോ. അതായത് ഫസ്റ്റ് ബസ് ഇവിടം വരെ ഉള്ളൂ, തിരുമംഗലം. ബസ് സ്റ്റോപ്പിലെ ഇങ്ങനെ ബസ് കാത്ത് നിന്നപ്പോഴാണ് വേറൊരു കാഴ്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി ഒരു സോഡ കട നടത്തുന്നു. അപ്പോൾ അവിടെ കയറി കുറച്ച് വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾ പഠിക്കുകയാ? എത്ര ക്ലാസ് സ്റ്റാൻഡേർഡ്? 8th ക്ലാസ്സിലാ? இன்னைக்கு 9th പഠിക്കുന്നവരെ இந்த കട നടത്തുறாரா? ഇത് കാണുമ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടർ രജീഷ് പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. അതായത് നമ്മളെയൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും അറിയണോ, രാവിലെ 7:30 ആകുമ്പോൾ നമ്മൾ തട്ടി വിളിച്ച് ഉണർത്തും. അവരെ ബാഗും ബുക്സും ഒക്കെ ആയിട്ട് സ്കൂളിൽ ബസ്സിൽ കയറ്റി വിടും. അവർ സ്കൂളിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വരും. പക്ഷേ ഈ തമിഴ്നാട്ടിലെ കുട്ടികളാണെങ്കിലോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ പഠിക്കുന്നത് അല്ലേ. അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ അതാണത് ഇവിടെ നമ്മൾ കാണുന്നത്. അതായത് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ സാറ്റർഡേയും സൺഡേയും ഈവനിങ്ങിലും ഒക്കെ അവരുടെ ഈ ഒരു കടയിൽ പാരൻസിനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് തമിഴ്നാട്ടിൽ പോയാൽ എവിടെയും കാണാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. തിരുമംഗലത്ത് നിന്നേ അടുത്ത ബസ്സിൽ നമ്മൾ കയറി. ഈ ബസ് എന്ന് പറയുന്നത് രാജപാളയം പോകുന്ന ബസ്സാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറ്റും. അയ്യോ, വളരെ സിമ്പിളായിട്ടൊരു കുടം വെച്ചൊരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മളെയൊക്കെ നാട്ടിൽ നമ്മൾ 1000-ങ്ങളും 10,000-ങ്ങളും ഒക്കെ കൊടുത്ത് സ്ട്രീറ്റ് ലൈറ്റ് മേടിച്ച് വെക്കുമ്പോൾ ദേ ഇവിടെ കണ്ടോ, സോ സിമ്പിൾ. തമിഴ്നാട്ടുകാരുടെ ബുദ്ധി നമ്മൾ സമ്മതിച്ചു കൊടുക്കണം, വേറെ ലെവല്. നേരം അങ്ങനെ പതുക്കി ഇരുട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് നേരം കോവിലിൽ പോകാനായിട്ട് നമ്മളിത് സുബ്ബല്ലുപുരം എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങി കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മധുരൈ രാജപാളയം ഹൈവേ ആണ്. അപ്പോൾ അത് ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോ കിട്ടും. ആ ഓട്ടോയിൽ നമുക്ക് ടെമ്പിളിലെത്താം. അപ്പോൾ ഈവൻ നൈറ്റൊക്കെയാണ് നിങ്ങൾ തൊഴുതിട്ട് ഇറങ്ങുന്നതെങ്കിൽ ദേ ഇവിടെ ഓട്ടോയുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ വിളിച്ചാൽ ഇദ്ദേഹം പിക്ക് ചെയ്യാൻ വരുന്നതായിരിക്കും കേട്ടോ. നേരം കോവിലിൽ വന്നിറങ്ങിയപ്പോഴേ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് എത്തിയപ്പോൾ ഓട്ടോയുടെ അടുത്ത് ഇവിടെ നിർത്താൻ പറഞ്ഞു. ഓട്ടോ നിർത്തിയില്ല. ഓട്ടോ നേരെ ക്ഷേത്രത്തിൻ്റെ ബാക്കിലാണ് പോയത്. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് നടന്ന് ഫ്രണ്ടിൽ വന്നപ്പോൾ ഫ്രണ്ട് ഇതേ ഉണ്ടോ, ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡോറ് പക്ഷേ ക്ലോസ്ഡ് ആണ്, ഓപ്പൺ അല്ല. സാധാരണ നമ്മൾ എല്ലാ ക്ഷേത്രത്തിലും പോകുമ്പോൾ ഫ്രണ്ട് ഡോറായിരിക്കുമല്ലേ ഓപ്പൺ ആയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഫ്രണ്ട് ഡോറ് ക്ലോസ്ഡ് ആണ്. ബാക്കിൽ കൂടെ വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട്. ഇത് നമുക്ക് ടൈം சரியில்லை. டைம் சரியில்லைன்னா பேட் டயத்தை குட் டைமாக நமக்கு மாற்றி கொடு. நமக்கு பிஸ்னஸ் எல்லாம் லாஸ் ஆகிறது, திங்ஸ் எல்லாம் நஷ்டமாகிறது, அந்த மாதிரி இருக்கிறதுக்கு டைம் குட் டைமாக எனக்கு மாற்றி கொடு, அவ்வளோதான். இப்போ நமக்கு குட் டைமாக இருந்தால் கண்டினியூ ஆகும். ஓ, குட் டைமாக இருந்தால் கண்டினியூ ஆகும். ஆமாம், பேட் டைமாக இருந்தால் நமக்கு குட் டைமாக பண்ணி கொடுக்கும். ஓ, சரி 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 சரி. ഒരിക്കലും പകൽ സമയത്ത് തുറക്കാത്ത, രാത്രി മാത്രം തുറക്കുന്ന ഒരു കോവിലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സയൻസും ഭക്തിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ശാസ്ത്രപരമായിട്ടുള്ള ഒരു ടെമ്പിളിലാണ് ഇരിക്കുന്നത്. ഈ ടെമ്പിളിൽ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹിന്ദു എന്നോ അങ്ങനെ ഒരു വേർതിരിവുമില്ല. കാര്യം എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സമയമാണല്ലേ. ആ സമയം ചീത്തയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ചീത്തയായിരിക്കുമെന്ന്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കും നല്ല സമയത്താണെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ സമയത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോവിലിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ നേരം കോവിൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. യെസ്, ഈ കോവിലിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് നമുക്ക് എല്ലാവർക്കും മോശ സമയവും നല്ല സമയമുണ്ട്. അപ്പം നമ്മൾക്കൊക്കെ മോശ സമയം വന്നാൽ അതിനെ മാറ്റി നല്ല സമയമാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ കോവിലിലെ വിശ്വാസം. അപ്പോൾ സയൻസും അതുപോലെ തന്നെ ഭക്തിയും ചേർന്നിട്ട് നിർമ്മിച്ച ഒരു കോവിലാണ്. ഈ കോവിലിൻ്റെ രൂപഘടന തന്നെ തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ. അതൊക്കെ നമ്മൾ വഴിയെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ മധുരയ്ക്കടുത്തുള്ള ടൈം കോവിലാണ്. അതായത് നേരം കോവിൽ, ഒരാളുടെ സമയം മാറ്റാൻ കഴിവുള്ള കോവിൽ എന്ന് വിശ്വസിക്കുന്ന ആ കോവിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. അതായത് ഒരാൾക്ക് മോശം സമയമാണെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങളുടെ മോശം സമയം മാറി നല്ല സമയം വരുമെന്നാണ് ഈ ടെമ്പിളിനെ കുറിച്ച് ആദ്യം തന്നെ സെർച്ച് ചെയ്യുമ്പോൾ കേൾക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അറിയാൻ കഴിയുന്നത്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. വണക്കം ഗുരുജി. நான் நேர கோவில் ஸ்ரீ காலதேவி அறக்கட்டளை
குருஜி நிர்வாகி. இந்த கோவில் எங்கே இருக்குது அப்படின்னா மதுரையிலிருந்து ராஜபாளையம் ரூட்டு, ஸ்டாப்பிங் பிளேஸ் எம் சுப்புலாபுரம். அங்கே இறங்கியாச்சுன்னா 1.5 கிலோமீட்டர் சேரோட்டாருக்கு கோயிலில் கொண்டு வந்துடும். டெய்லி வந்து ஈவினிங் 6 o'clock to 11 o'clock வரைக்கும் கோயில் நட திறந்துருக்கும். அமாவாசை பௌர்ணமி ஃபுல் நைட் இருக்கும். அன்றைக்கி 2 நாள் வந்து இங்கே தங்கிக்கலாம், ஸ்டே பண்ணிக்கலாம். அன்னதானம்லாம் இருக்குது. மீதி நாள் வந்து இங்கே தங்க முடியாது. இது ரொம்ப கஷ்டப்பட்டு உருவாக்குன ஒரு கோவில். எப்படி உருவாச்சு அப்படின்னா, இப்போ நான் வந்து வெயிலில் நடந்து எனக்கு ரொம்ப கஷ்டமாயிடுச்சு. அதுக்கு மேலே நடக்க முடியல. அப்போ நான் ஒரு சைக்கிளை கண்டுபிடிக்கிறேன். அப்போ எது தேடல். இப்போ சைக்கிளை ஓட்டி வந்து வயசாகிடுச்சு. அப்புறம் பைக்கு கண்டுபிடிக்கிறேன். இது வந்து என்னுடைய தேடல். இப்போ யாருக்கு வந்து ரொம்ப தாங்க முடியாத கஷ்டம், லோகத்தில் இருக்கிற எல்லா கோயிலுக்கும் போயாச்சு, இப்போ எங்கேயுமே கஷ்டம் தீரல. அப்போ ஏன் தீரல, இதுதான் கொஸ்டின். இந்த கஷ்டம்னு ஒன்று இருந்தால் அதுக்கு வந்து ரெமெடியும் ஒன்று இருக்கும். കണ്ടിപ്പാ ഇറവൻ പടച്ചിരിപ്പാർ. 15 വർഷം മിലിറ്ററിയിൽ സർവീസ് നടത്തിയ ഒരു മിലിറ്ററി മാനാണ് ഈ ഒരു കൺസെപ്റ്റിൻ്റെ പിന്നിൽ. അതായത് ആ മിലിറ്ററി ജീവിതം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന കുറേ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തിന് സഹിക്കുകയുണ്ടായി. ആ കഷ്ടപ്പാടുകൾ നികത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു സയൻസിൻ്റെ സംഭാവനയാണ് ഈ ക്ഷേത്രമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരുപാട് കാലം റിസർച്ച് ചെയ്തിട്ടാണ് ഒരാളുടെ മോശ സമയം, ഒരാളുടെ നല്ല സമയം എന്നൊക്കെ കണ്ടുപിടിച്ച് അത് മാറ്റാനായിട്ടുള്ള ഒരു രാശി ചക്രം പോലും ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. இன்னொன்று இங்கே வந்து ஒரு காலச்சக்கரம் ரொட்டேட்லேயே இருக்கும். இந்த கோயிலுக்குள்ளே வந்த உடனே டெம்பிளில் வந்து தேவிக்கு வலம் 11, தேவிக்கு இடம் 11. இந்த கோவிலோட டெம்பிளோட டயக்ராம் பாருங்கள், உடுக்கு டைப்பில் இருக்கும். உடுக்கு, ஓகே ஓகே. 8 வடிவத்தில் இருக்கும். இப்போ நீங்கள் 8ல் வந்து இப்போ இங்கே ஒரு ரவுண்டு அதில் இப்படியே நடங்க ஒரு 20 மினிட்டு. உங்கள் பாடியில் என்ன கோளாறுனாலும் வெளியில் எந்த ஒரு மெடிசன் தேவையில்லை. இது சித்தர் வந்து அந்த காலத்திலே சொன்னது. இப்போ அதனால அந்த ஸ்ட்ரெச்சர் പോട്ടിருக்கு. ഈ കോവിലിൽ വരുമ്പോൾ നമ്മുടെ സമയം നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് എല്ലാ കോവിലിലും നമ്മൾ പോയാൽ നമ്മൾ കണ്ണടച്ചാണ് പ്രാർത്ഥിക്കുന്നതല്ലേ. എന്നാൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ണ് തുറന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരിക്കലും കണ്ണടയ്ക്കാൻ പാടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ 11 തവണ റൈറ്റിലേക്ക് വലം വയ്ക്കണം. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് 11 തവണ ലെഫ്റ്റിലേക്കും വലം വയ്ക്കണം കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് കഴിഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കാലിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ആ വൈബ്രേഷൻ ഇവിടെ ഒരു രാശി ചക്രം തീർത്തിട്ടുണ്ട്. അതിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ഫീൽ ചെയ്യും. ശരിക്കും അതിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ആ ശരീരം വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അത് എന്തോ ഒരു പ്രത്യേക രീതിയിലാണ്, ഭൂമിയുമായിട്ടുള്ള എന്തോ ഒരു കിടപ്പിൻ്റെ പ്രത്യേക രീതിയിലാണ് ആ രാശി ചക്രം തീർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് ആ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്. അത് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങളിവിടെ ഒരു തവണ വന്ന് അതിൽ കയറി നിൽക്കണം കേട്ടോ. അപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വന്നിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വന്ന് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. இந்த கோவில் வந்து 10 தடவை கெட்டி இடிச்சு இது 11வது சேஃபு. ஃபர்ஸ்ட் பிரமிடு, அப்புறம் ட்ரையாங்கிள், அப்புறம் ரெக்டாங்கிள், அப்புறம் ஸ்கொயரு. இந்த மாதிரி 10 சேஃபில் கெட்டி அந்த பவர் உட்காராம இது 11வது சேஃபு. இந்த சேஃப் வந்ததுக்கு அப்புறம் தான் அந்த பவர் அங்கே ரொட்டேட் ஆக ஆரம்பிச்சு. இது வந்து டே டயத்தில் வந்து ஒர்க் ஆகலை, பகலில் வந்து வேரியேஷன் இருக்கும். அதனால சக்கரத்தில் கொஞ்சம் டிஃப்ரென்ஸ் இருக்கும், വേരിയേഷൻ. ഈ കോവിലിൻ്റെ ഒരു നിർമ്മിതിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ ഒരു കൺസെപ്റ്റ് വർക്കൗട്ട് ആവാൻ വേണ്ടിയിട്ട് പല ടൈപ്പിൽ ആദ്യം കോവിൽ കെട്ടി നോക്കിയെന്നുള്ളതാണ്. അതായത് ആദ്യം ട്രയാങ്കിൾ, പിന്നെ സ്ക്വയർ, റൗണ്ട്, അങ്ങനെ ഓരോ ഷേപ്പിലും കോവിൽ കെട്ടി നോക്കി അവസാനമാണ് ഇങ്ങനെ ഉടുക്കിൻ്റെ ഷേപ്പിൽ കെട്ടിയപ്പോഴാണ് ഈ ഒരു കൺസെപ്റ്റ് വർക്കൗട്ട് ആയെന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ കോവിൽ നിർമ്മിച്ചതെന്നുള്ളതാണ്. ഈ ശ്രീകോവിലിനുള്ളിലാണ് വിഗ്രഹം ഇരിക്കുന്നത്. സാധാരണ കോവിലിൻ്റെ വാതിൽ നിന്നും ഈ കോവിലിൻ്റെ വാതിലിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് പറയാൻ പറ്റുമോ? வேர்ல்டுலேயே இந்த ஒரு டெம்பிள் தான் இப்படி இருக்கும் டோரு. இப்படி இருக்காது. நம்ம வீடெல்லாம் இப்போ இப்படித்தான் டோர் இருக்கு. வீடு, கடை, ஃபேக்ட்ரி ஆல் ஓவர் வேர்ல்டு இப்படி தான் இருக்கும். ஆனால் இது ஒன்று மட்டும்தான் இப்படி இருக்கும். ஏன்னா இது வந்து அடிச்சுட்டு போகிறது. இங்கே வந்து கெட்டது வந்து இங்கே கத்தி மாதிரி கத்தியில் விழுகும். புரியுதா? புரியுது. இப்படிதான் இருக்கும். அப்போ கத்தியில் வந்து கெட்டது வந்து இது இங்கேயே நின்றும், பிளாக் ஆகிடும், அடிச்சிடும்.
അതായത് അദ്ദേഹം പറഞ്ഞു മനസ്സിലായോ? ദേ ഈ കാണുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള വാതിലാണ്. അതായത് ഇതിന്റെ ഒരു കൂർത്ത മുഖമാണ് നമ്മൾക്ക് നേരെ നിൽക്കുന്നത്, പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജിയെ കട്ട് ചെയ്ത് കളയാനാണ് ഇത്തരത്തിൽ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് കെട്ടത് വന്ന് കത്തിയിൽ വീഴുന്ന മാതിരി ഇവിടെ ഇങ്ങനെ ഈ സൈഡ് മൂർച്ചയാണല്ലോ, അപ്പോൾ ആ മൂർച്ചയിൽ കൊണ്ടിട്ട് കട്ടായി പോകുന്നതാണ്. ഈ ക്ഷേത്രത്തിന്റെ ഒരു രൂപകൽപ്പന പോലും അങ്ങനെയാണ്. അപ്പോൾ ഇതെന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വാതിലും അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റും ആയിപ്പോയി. അപ്പോൾ നേരം അല്ലെങ്കിൽ സമയമെന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല കേട്ടോ, വളരെ പ്രാചീന കാലം തൊട്ട്, അതായത് രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് പോലും അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് അന്നത്തെ കാലത്ത് രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ഈ കൊട്ടാരത്തിനകത്തൊരു ജ്യോത്സ്യം കാണും. ഈ ജ്യോത്സ്യൻ രാജാവിൻ്റെ സമയം നോക്കി ആ സമയത്ത് മാത്രമേ രാജാവിനെ പുറത്തു പോകാനും, അല്ലെങ്കിൽ ഒരു യുദ്ധം ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ രാജാവിൻ്റെ സമയം നോക്കും. രാജാവിന് നല്ല സമയത്ത് മാത്രമേ ആ യുദ്ധം ഫിക്സ് ചെയ്യുള്ളൂ. രാജാവിൻ്റെ മോശ സമയത്താണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ രാജാവിനെ പുറത്തിറക്കത്തില്ല. അതുപോലെ തന്നെ ഈ ജ്യോത്സ്യനും ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത, അതായത് ഈ രാജാവിൻ്റെ കെട്ട സമയവും നല്ല സമയവും അറിയാവുന്നത് ഈ കൊട്ടാരം ജ്യോത്സ്യനാണ്. അതുകൊണ്ട് തന്നെ രാജാവ് ഒരിക്കലും ഈ ജ്യോത്സ്യനെ പുറത്തേക്ക് വിടത്തില്ല. കൊട്ടാരത്തിന് പുറത്തേക്ക് രാജാവ് ഒരിക്കലും ഈ ജ്യോത്സ്യനെ വിടത്തില്ല. കാരണം ഈ രാജാവിനെ തോൽപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ രാജാവിൻ്റെ ഒരു കെട്ട സമയം മനസ്സിലാക്കുന്ന ആളാണല്ലോ ജ്യോത്സ്യൻ. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ജ്യോത്സ്യനെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലെ രാജാക്കന്മാർ ഈ ജ്യോത്സ്യനെ സ്വാധീനിക്കുകയും അത് മുഖേന നമ്മുടെ രാജാവിൻ്റെ ഈ ഒരു മോശ സമയം മനസ്സിലാക്കുകയും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് അന്നത്തെ കാലത്ത് ഇങ്ങനെ കൊട്ടാരത്തിൽ നിന്നും ജ്യോത്സ്യനെ ഒരിക്കലും പുറത്ത് വിടാതിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് മുന്നേ രാജഭരണത്ത് തന്നെ ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ നേരത്തിനെ നോക്കിയിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഓരോരുത്തർക്കും നല്ല സമയവും കെട്ട സമയവും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വരാൻ പറ്റിയതിൽ ഞാനും ഭയങ്കര സന്തോഷവാനാണ്. ചിലപ്പോൾ എൻ്റെ സമയം തെളിഞ്ഞു കാണും. ഇവിടെ വരാനായിട്ട് മധുരയിൽ വരിക, അല്ലെങ്കിൽ രാജപാളയത്ത് വരിക. രാജപാളയത്ത് നിന്ന് നമുക്ക് സുബ്ബലപുരം എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. അവിടെ നിന്ന് ഓട്ടോറിക്ഷ കിട്ടും നമുക്കിവിടെ വരാനായിട്ട്. ഓക്കെ, എന്തായാലും വണക്കം സ്വാമി, വീണ്ടും പാക്കുക. ശരി. മധുരയിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാഴ്ചകളും അനുഭവങ്ങളും കഥകളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസാണിത്. കാടും മലയും മാത്രമല്ല നമ്മുടെ നാട് കേട്ടോ, അതിൽക്കും മേലെ ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കണ്ടേ? അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം.